അങ്ങനെ സന്തോഷകരമായ ആ ഒരു നിമിഷത്തിന് കണ്ണോട്ടുകരയിലെ മുഴുവൻ ജനങ്ങളും സാക്ഷികളായി. തുടർന്ന് താലികെട്ടിനു ശേഷം വധൂവരന്മാർ തമ്മിൽ പരസ്പരമുള്ള വരണമാല്യങ്ങൾ ചാർത്തി. ശേഷം ജയകൃഷ്ണൻ തൻ്റെ ദേവൂട്ടിക്ക് താലി ചാർത്താനായി ഇടുന്നതിനു വേണ്ടി വാങ്ങിയ ആ 7.5 പവൻ്റെ മാല അത് അവളുടെ കഴുത്തിലണിഞ്ഞു. ഈ സമയം ജയനന്ദൻ വാണിയുടെ കഴുത്തിലണിഞ്ഞത് 5.5 പവൻ്റെ മാലയാണ്. അശോകനും അത്ര തന്നെയാണ് വന്ദനയ്ക്ക് നൽകിയത്. തുടർന്ന് പരസ്പരമുള്ള മോതിരമാറ്റ ചടങ്ങുകളും നടന്നു. അതിനുശേഷമായിരുന്നു സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയത്. തുടർന്ന് മന്ത്രകൂടിയും നൽകി. എന്നാൽ ഇവിടെ തിരുമേനിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ചടങ്ങുകൾ ഇക്കാര്യങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴും ആരും കാണാതെ ദേവൂട്ടിയുടെ മിഴികളിലേക്ക് നോക്കി വശ്യമാർന്നൊരു പുഞ്ചിരിയോടെ കണ്ണുകളാൽ ഓരോ ചേഷ്ടകൾ കാട്ടുകയാണ് ജയകൃഷ്ണൻ. കാരണം അത്രമേൽ വേദനയോടും നൊമ്പരത്തോടും കൂടി കാത്തിരുന്ന് സ്വന്തമാക്കിയ സ്വത്തായിരുന്നില്ലേ ദേവൂട്ടി. അതിൻ്റെ സന്തോഷം അത് അവൻ്റെ മനസ്സിനുള്ളിൽ അടക്കി നിർത്താൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവനിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായത്. അവൾ അടുത്തു നിൽക്കുന്ന ഓരോ നിമിഷവും അവനെ തന്നെയും ഒപ്പം മറ്റുള്ളവരെ പോലും അവൻ മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം മാത്രമാണിപ്പോൾ. അതിൻ്റെ ഉന്മാദ ലഹരിയിലാണ് അവൻ. ആരും കാണാതെ, എന്നാൽ ഇവിടെ ആരും കാണാതെ അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാട്ടുന്ന ചേഷ്ടകൾ കാണുമ്പോൾ ദേവൂട്ടിയുടെ മുഖം അത് നാണത്താൽ ചുവന്നു തുടുത്തു. അപ്പോൾ അവളെ കാണാൻ കൂടുതൽ ഭംഗി തോന്നി. എന്നാൽ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയസല്ലാപം അവർക്കിരുവശത്തും ഇരുന്ന മറ്റ് 2 വധൂവരന്മാരും ശ്രദ്ധിച്ചിരുന്നു. അത് പക്ഷേ ജയകൃഷ്ണനും ദേവൂട്ടിയും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വിവാഹത്തിൻ്റെതായ പ്രധാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് വധൂവരന്മാരുടെ കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിചയപ്പെടുന്നതിൻ്റെയും ഒപ്പം അവർക്കൊപ്പം നിന്നുള്ള ഫോട്ടോ എടുക്കുന്നതിൻ്റെയും ചടങ്ങുകളാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല. ദേവൂട്ടിയെയും കൂട്ടി അവളുടെ വീട്ടുകാർ മണ്ഡപത്തിലേക്ക് വന്ന നിമിഷം മുതൽ നമ്പ്യാരുടെയും കുടുംബത്തിൻ്റെയും മുഖഭാവവും രീതിയും ആകെ മാറി. അല്പം മുമ്പ് വരെ അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന സന്തോഷം അതിന് ചെറിയൊരു മങ്ങൽ വീണു. അതിൻ്റെ ഭാഗമായി മണ്ഡപത്തിൽ വരന് താലിയെടുത്തു കൊടുക്കാൻ തിരുമേനി നിർദ്ദേശിക്കുന്ന സമയം നമ്പ്യാർ ജയനന്ദന് മാത്രമാണ് താലിയെടുത്തു കൊടുത്തത്. ജയകൃഷ്ണന് താലിയെടുത്തു കൊടുക്കാൻ വിസമ്മതിച്ചു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ ജയകൃഷ്ണൻ തിരുമേനി തൻ്റെ അച്ഛനോട് അങ്ങനെയൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ഭാഗത്തെ നിശബ്ദമായ പെരുമാറ്റം കണ്ട് തിരുമേനി നീട്ടിയ ആ ഇലയിൽ നിന്നും സ്വയം താലിയെടുത്ത് ദേവൂട്ടിയുടെ കഴുത്തിൽ കെട്ടുകയാണ് അവൻ ചെയ്തത്. തുടർന്ന് പിന്നീട് അങ്ങോട്ട് നടന്ന മറ്റെല്ലാ ചടങ്ങുകൾക്കും നമ്പ്യാരുടെയോ ഭഗീരഥിയുടെയോ ഒരു പരിഗണനയോ സാമീപ്യമോ ജയകൃഷ്ണന് കിട്ടിയിരുന്നില്ല. എന്നാൽ അതൊരു വലിയ തെറ്റായി കണ്ട് അതിനെ ചോദ്യം ചെയ്യാനോ തർക്കിക്കാനോ ജയകൃഷ്ണൻ പോയിരുന്നില്ല. പകരം തനിക്കും ദേവൂട്ടിക്കുമുള്ള ബാക്കി ചടങ്ങുകൾ ചെയ്യാൻ അവൻ അച്ഛൻ്റെ സ്ഥാനം നൽകി അടുത്തു നിർത്തിയത് അയ്യരെയായിരുന്നു. അതോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് സദസ്സിലിരുന്ന ഓരോരുത്തരുടെയും മനസ്സുകളിൽ ദേവൂട്ടിയെ ആദ്യം കണ്ട നിമിഷം മുതൽ ഉയർന്നു വന്ന ആ ഒരു ചോദ്യമുണ്ടായിരുന്നു. സമ്പന്നനായ, പ്രത്യേകിച്ച് നമ്പ്യാരെപ്പോലെയും ഭഗീരഥിയെപ്പോലെയും സമ്പത്തിനോട് ആർത്തിയുള്ള, മനസാക്ഷി അല്പം പോലും ഇല്ലാത്ത അത്യാഗ്രഹികളായ ഇവർക്കിടയിലേക്ക് ദേവൂട്ടിയെപ്പോലൊരു പെൺകുട്ടി എങ്ങനെ വന്നുവെന്ന്. അതിനുള്ള ഉത്തരം അവിടെ നടന്ന ആ വിവാഹ ചടങ്ങിൽ നിന്നു തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടെ ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിലുള്ള ഈ വിവാഹം പ്രണയവിവാഹമായിരുന്നുവെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അതോടെ വിവാഹത്തിന് എത്തിയവർ 2 ചേരികളിലായി തിരിഞ്ഞു. അതിലൊരു വിഭാഗം ജയകൃഷ്ണനും മറ്റൊരു വിഭാഗം നമ്പ്യാർക്കും അനുകൂലമായി അവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം പറയുന്നു. ഇതിനിടയിലാണ് ആ വിവാഹം നടന്നത്. അങ്ങനെ താലികെട്ടും തുടർന്നുള്ള ചടങ്ങുകളും കഴിഞ്ഞതോടെ വിവാഹത്തിന് പങ്കെടുക്കാനെത്തിയവർ പിന്നീട് പാഞ്ഞത് സദ്യ നടക്കുന്ന ഹാളിലേക്കായിരുന്നു. ഈ സമയം മറുവശത്ത് പുതിയ ബന്ധുക്കളുമായി പരിചയപ്പെടുന്നതിൻ്റെയും പരസ്പരം പരിചയപ്പെടുത്തുന്നതിൻ്റെയും തിരക്കിൽ ആയിരുന്നു നമ്പ്യാരും കുടുംബവും. അങ്ങനെ പരിചയപ്പെടുത്തുന്നവരുടെയും പരിചയപ്പെടുന്നവരുടെയും കൂട്ടത്തിൽ പക്ഷേ ദേവൂട്ടിയും കുടുംബത്തെയും നമ്പ്യാരും കൂട്ടരും മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ദേവൂട്ടിയുമായി മണ്ഡപത്തിലെത്തിയ നിമിഷം മുതൽ നമ്പ്യാരുടെയും
കുടുംബ നമ്പ്യാരും കുടുംബവും അവരോട് കാട്ടിയ ആ അവഗണനയിൽ നിന്നും തങ്ങളുടെ മകളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന് ജയകൃഷ്ണന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് അയ്യർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ജയകൃഷ്ണനോട് അവർ ആരും ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല. കാരണം ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചുണ്ടായ ആ ഒരു സംഭവം അത് കണ്ടതോടെ ദേവൂട്ടിയോടുള്ള ജയകൃഷ്ണന്റെ സ്നേഹം അത് അയ്യരും മറ്റുള്ളവരും ശരിക്കും തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണന്റെ വീട്ടുകാർ തങ്ങളോടും തങ്ങളുടെ മകളോടും എന്തു തന്നെ കാട്ടിയാലും ജയകൃഷ്ണന് അവളോടുള്ള ആ സ്നേഹത്തിനു മുന്നിൽ ഇത് ഒന്നുമല്ല എന്ന സത്യം മുന്നിൽ നിൽക്കെ അതുമാത്രം മതി തങ്ങൾക്കെന്ന നിലപാടിലായിരുന്നു അയ്യരും കൂട്ടരും. അതുകൊണ്ട് തന്നെ നമ്പ്യാർക്കും കുടുംബത്തിനും മുന്നിൽ ഒരല്പം പോലും താഴാൻ അയ്യരും തയ്യാറായിരുന്നില്ല. അതിനാൽ വിവാഹം കഴിഞ്ഞതും അയ്യർ ദേവൂട്ടിയെ ജയകൃഷ്ണന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇരുവരെയും മനസ്സു നിറഞ്ഞ് അനുഗ്രഹിക്കുന്നു. ശേഷം അദ്ദേഹം ജയകൃഷ്ണനോട് എല്ലാ കാര്യങ്ങളും മംഗളമായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണനോടും ദേവൂട്ടിയോടും യാത്ര പറഞ്ഞു. തുടർന്ന് എല്ലാവരും യാത്ര പറഞ്ഞു കഴിഞ്ഞതും അവർ അവിടെ നിന്നും തിരിച്ച് കൃഷ്ണപുരത്തേക്ക് പുറപ്പെടുന്നു. ഈ സമയം ജയകൃഷ്ണൻ അവരോട് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ അത് കേട്ട അയ്യർ, ഞങ്ങളുടെ മകളുടെ വിവാഹ സദ്യ അതിവിടുത്തെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിനോ അതുമല്ലെങ്കിൽ വൃദ്ധസദനത്തിനോ കൊടുക്കുക. ആ ഒരു സദ്യ അവർ കഴിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും വയറും നിറയും. കൂടാതെ അവരുടെ ആ മനസ്സും വയറും നിറയുമ്പോൾ അതിൻ്റെ പുണ്യം അത് എൻ്റെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഭഗവാൻ നൽകിയിരിക്കും. എനിക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി രണ്ടാളോടും യാത്ര പറഞ്ഞ് തൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ഒരില ചോറ് പോലും കഴിക്കാൻ നിൽക്കാതെ തകർന്നടിഞ്ഞ മനസ്സുമായി അയ്യരും കൂട്ടരും അവിടെ നിന്നും ഇറങ്ങുന്നു. തൻ്റെ അപ്പാവും അമ്മാവും അനുജത്തിമാരും യാത്ര പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞതും ദേവൂട്ടി ആകെ തകർന്നു. അവൾ മുഖം പൊത്തി നിന്ന് കരഞ്ഞു. അത് കണ്ട ജയകൃഷ്ണൻ അവളെ സമാധാനപ്പെടുത്തി. ഈ സമയം ജയകൃഷ്ണന്റെ ഒരു ബന്ധു അവിടേക്ക് വന്ന് അത്യാവശ്യമായി എന്തോ പറയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേവൂട്ടിയുടെ അടുത്തു നിന്നും അവനെയും കൂട്ടി അല്പം അകലേക്ക് മാറി നിന്ന് സംസാരിച്ചു. ഈ സമയം തനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് മുഖങ്ങൾക്ക് നടുവിൽ ഒറ്റയ്ക്കായി പോകുന്ന ദേവൂട്ടിയുടെ മനസ്സിലേക്ക് വീണ്ടും തൻ്റെ അപ്പായെയും അമ്മായെയും അനുജത്തിമാരെയും ഓർമ്മ വന്നു. അതോടെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അത് പിന്നീട് പതിയെ ഒരു തേങ്ങലായി തീർന്നു. അതോടെ അവൾ മുഖം പൊത്തി നിന്ന് കരഞ്ഞു. എന്നാൽ അവളുടെ അടുത്ത് ചെന്ന് അവളെയൊന്ന് ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ആരും അതിന് തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. എല്ലാവരും വല്ലാത്തൊരു തരം അത്ഭുതത്തോടെ അവളെ നോക്കി അവൾക്കരികിലേക്ക് പോകാൻ മടിച്ച് അവളെ അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ബന്ധുവിനൊപ്പം അല്പം അകലേക്ക് മാറി നിന്ന് സംസാരിക്കുന്ന ജയകൃഷ്ണൻ പക്ഷേ അത് കണ്ടു. അവൻ പെട്ടെന്ന് അവൾക്കരികിലെത്തി തെല്ല് വിഷമത്തോടെ ദേവൂട്ടിയെ വിളിച്ചുകൊണ്ട്, ഏയ് ദേവു, കരയല്ലേ എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് കേട്ട ദേവു ജയകൃഷ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയം നിറഞ്ഞൊഴുകിയ മിഴികളുമായി തനിക്ക് മുന്നിൽ നിൽക്കുന്ന തൻ്റെ ഊമക്കുട്ടിയുടെ സങ്കടം കണ്ട് ഒരു നിമിഷം പരിസരം പോലും മറന്നുപോകുന്ന അവൻ ദേവൂട്ടിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൂട്ടിയോട്, തൻ്റെ ഈ വിഷമം എനിക്ക് മനസ്സിലാകും. താൻ വിഷമിക്കേണ്ട. നാളെ തന്നെ നമ്മൾ കൃഷ്ണപുരത്തേക്ക് പോയിരിക്കും തീർച്ച എന്ന് പറഞ്ഞ് അവളെ വീണ്ടും സമാധാനപ്പെടുത്തുന്നു. ഈ സമയം ആ ആഡിറ്റോറിയത്തിൻ്റെ മറുവശത്തെ വിവാഹത്തിൻ്റെതായ പ്രധാന ചടങ്ങുകൾ കഴിഞ്ഞതും നമ്പ്യാരും കുടുംബവും ദേവൂട്ടിയെയും കുടുംബത്തെയും തീർത്തും അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ മൂത്ത മകൻ്റെയും മകളുടെയും മരുമകൾക്കും കുടുംബത്തിനുമൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെയും പരസ്പരം പരിചയപ്പെടുന്നതിൻ്റെയും തിരക്കിലായിരുന്നു. ഇതിനിടെ ഒരിക്കൽ പോലും അവർ ആരും തന്നെ ജയകൃഷ്ണനെയും ദേവൂട്ടിയെയും ഒപ്പം കുടുംബത്തെയും ഒന്നും നോക്കിയതേ ഇല്ല. അതുകൊണ്ട് തന്നെ അയ്യരും കുടുംബവും അവിടെ നിന്നും കൃഷ്ണപുരത്തേക്ക് തിരിച്ചുപോയ കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ നമ്പ്യാരുടെ ഒരു ബന്ധു നമ്പ്യാരോടും ഭഗീരഥിയോടും അയ്യരും കുടുംബവും തിരിച്ചുപോയ കാര്യത്തെക്കുറിച്ച് വന്ന് സംസാരിക്കുന്നു.
അത് കേട്ടതോടെ നമ്പ്യാർക്കും ഭഗീരഥിക്കും വളരെയധികം സന്തോഷവും സമാധാനവുമാണ് തോന്നിയത്. അക്കാര്യം മറ്റാരും കേൾക്കാതെ നമ്പ്യാരും ഭഗീരഥിയും പരസ്പരം പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്പ്യാരും ഭഗീരഥിയും കൂടി തങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മകളുടെ ഭർത്താവിനും വീട്ടുകാർക്കും പരിചയപ്പെടുത്തിയും കൂട്ടത്തിൽ ചെമ്പകശ്ശേരി തറവാടിൻ്റെ മഹിമയെക്കുറിച്ച് വാനോളം പുകഴ്ത്തിപ്പറഞ്ഞും അവിടെ സ്വയം മറന്നങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ ജയകൃഷ്ണനെ തൻ്റെ കൂട്ടുകാർ വന്ന് വിളിച്ചതോടെ പലപ്പോഴും ഇടയ്ക്കിടെ ദേവൂട്ടിയുടെ അരികിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വന്നു. അതോടെ ദേവൂട്ടി വീണ്ടും തനിച്ചാകുന്നു. അങ്ങനെ അവൾ തനിച്ചായ ആ ഒരു നിമിഷം ദേവൂട്ടിയുടെ മനസ്സിൽ അന്നാദ്യമായി തനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് വലിയൊരു കുറവായി തോന്നി. അതവളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ആ ഉലച്ചിലിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചെറുപ്പം മുതൽ താൻ അങ്ങനെയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കഴിഞ്ഞു പോയതെന്ന് തനിക്കറിയാമായിരുന്നു. എങ്കിലും അതൊരു കുറവാണെന്ന് അല്പം മുമ്പ് വരെ തനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് അവളെ ശരിക്കും തളർത്തിക്കളഞ്ഞിരുന്നു. തനിക്കു ചുറ്റും നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി നിശബ്ദയായി നിൽക്കുന്ന അവളെ പലരും എന്തോ വല്ലാത്തൊരുതരം അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. അതുകൂടി കണ്ടപ്പോൾ ദേവൂട്ടിയുടെ മനസ്സിൽ വല്ലാത്ത നൊമ്പരം തോന്നി. കൊടുങ്കാട്ടിനുള്ളിൽ ഒറ്റയ്ക്കകപ്പെട്ടുപോയ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ ആ ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് വിഷമിച്ചങ്ങനെ നിന്നുപോകുന്നു. ഈ സമയം കൂട്ടുകാർക്കൊപ്പം പോയ ജയകൃഷ്ണൻ തിരിച്ചു വരുമ്പോൾ കണ്ടത് ആളുകൾക്ക് നടുവിൽ പേടിച്ചിരണ്ടു നിൽക്കുന്ന ദേവൂട്ടിയെയായിരുന്നു. അവളുടെ ദയനീയമാർന്ന മുഖവും നിൽപ്പും കണ്ടപ്പോൾ ജയകൃഷ്ണന്റെ ഹൃദയമൊന്ന് പിടഞ്ഞു. എന്നാൽ ആ വിഷമം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ജയകൃഷ്ണൻ അവൾക്കരികിലെത്തിക്കൊണ്ട് ചോദിച്ചു, എന്തുപറ്റി? എന്നെ കാണാണ്ട് വിഷമിച്ചു പോയോ? ജയകൃഷ്ണന്റെ ആ ചോദ്യം കേട്ടതും ദേവൂട്ടി അവന്റെ മുഖത്തേക്കൊന്നു നോക്കി. അപ്പോൾ കണ്ടു അവളുടെ ദയനീയമാർന്ന ആ കണ്ണുകളിൽ അവനോട് എന്തൊക്കെയോ പറയുന്നത്. അത് ജയകൃഷ്ണന് മനസ്സിലാവുകയും ചെയ്തു. അതോടെ ദേവൂട്ടിയുടെ അടുത്തെത്തി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, പേടിക്കേണ്ട, ഞാൻ ഒപ്പം ഉണ്ടാകും, പോരെ? അതു കേട്ടതും ദേവൂട്ടിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അത് കണ്ട ജയകൃഷ്ണന്റെ ഹൃദയം വിങ്ങി. എങ്കിലും അവളുടെ ആ കണ്ണുനീർ കാണാത്തതുപോലെ ജയകൃഷ്ണൻ നിന്നു. അങ്ങനെ നിൽക്കുന്ന അവന്റെ മനസ്സിൽ ഈ വിവാഹപ്പന്തലിൽ എത്രയധികം സന്തോഷത്തോടെ തൻ്റെ അച്ഛനമ്മമാർക്കും അനുജത്തിമാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഓടി നടക്കേണ്ട ആളായിരുന്നില്ലേ തൻ്റെ ദേവൂട്ടിയും? എന്നാൽ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞില്ലേ തൻ്റെ വീട്ടുകാർ? സംസാരശേഷിയും പണവും ഇല്ലാത്തതിൻ്റെ പേരിൽ അവളുടെ വീട്ടുകാരെ ഇവിടെ നിന്നും ഓടിച്ചു കളഞ്ഞ് അവളുടെ സന്തോഷം കെടുത്തിക്കളഞ്ഞില്ലേ തൻ്റെ വീട്ടുകാർ? അവർ ചെയ്ത ഈ പ്രവൃത്തിക്ക് അവർക്ക് കിട്ടുന്ന ലാഭം അതെന്താണ്? അറിയില്ല. ഒരു സാധു കുടുംബത്തിൻ്റെയും അവരുടെ മിണ്ടാപ്രാണിയായ മകളുടെയും ശാപം. അതല്ലേ അവർക്ക് കിട്ടിയ ആ വലിയ നേട്ടം? കഷ്ടം! ഒരുതരം പുച്ഛത്തോടെ ജയകൃഷ്ണൻ ഓർത്തുപോകുന്നു. ഒപ്പം അവൻ്റെ മനസ്സിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കാട്ടിയാലും താൻ ആഗ്രഹിച്ചത് എന്താണോ അത് തനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ആര് പുറമൂച്ചി കാട്ടിയാലും തേനും പാലും ഒഴുക്കിയാലും താൻ സ്വന്തമാക്കിയ ആ നിധിക്ക് മേൽ ഒന്നും തന്നെയാകില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ സമാധാനപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ സമാധാനപ്പെടാൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ തൻ്റെ വീട്ടുകാരിൽ ഒരാൾ പോലും ദേവൂട്ടിയെ അംഗീകരിക്കാത്തതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ ദേവൂട്ടിക്ക് മുന്നിൽ അതൊന്നും തന്നെ പുറത്തു കാട്ടാതെ സന്തോഷത്തോടെ അവൻ നിന്നു. ഈ സമയം ജയകൃഷ്ണനൊപ്പം നിൽക്കുന്ന ദേവൂട്ടിയുടെ മനസ്സിൽ ജയകൃഷ്ണന്റെ വീട്ടുകാർ ആരെല്ലാമാണെന്ന് കൃത്യമായി അറിയില്ല എങ്കിലും മണ്ഡപത്തിൽ വെച്ച് ജയകൃഷ്ണന്റെ അച്ഛനും അമ്മയും ചേട്ടനും അനുജത്തിയും ആരെല്ലാമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഒപ്പം അവരെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ ദേവൂട്ടിയുടെ ഉള്ളിൽ വല്ലാത്ത ഭയമാണ് തോന്നിയത്. ഇപ്പോൾ അവളുടെ ആ ഭയത്തിൻ്റെ ആക്കം ഒന്നുകൂടി കൂടി. കാരണം വിവാഹം കഴിഞ്ഞ് ഈ സമയം വരെ കഴിഞ്ഞിട്ടും അവരിൽ ഒരാൾ പോലും തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയോ അവർക്കൊപ്പം നിൽക്കാൻ തന്നെ കൂട്ടുകയോ ചെയ്തിരുന്നില്ല. അതോടെ അവർക്ക് ഓരോരുത്തർക്കും തന്നെ ഇഷ്ടമല്ല എന്നും അവരുടെ അനുവാദമില്ലാതെയാണ് ഈ വിവാഹം നടന്നതെന്നും അവൾ മനസ്സിലാക്കുന്നു. കൂടാതെ അതിലുപരിയായി ജയകൃഷ്ണനോടുള്ള അവൻ്റെ വീട്ടുകാരുടെ സമീപന രീതികളും അവൾ ശ്രദ്ധിച്ചിരുന്നു.
എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും അവൾ അവനോട് ചോദിച്ചിരുന്നില്ല. എന്നാൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുന്നതോടെ അവളുടെ മനസ്സിലെ ഭയം അത് ഇരട്ടിയായി തീരുകയും ചെയ്തു. അങ്ങനെ മനസ്സിലെ ഭയം ഇരട്ടിക്കുമ്പോഴും അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആ കരങ്ങളുടെ ശക്തിക്കും സ്നേഹത്തിനും മുന്നിൽ ഒരു നിമിഷം അവളെല്ലാം മറന്നുപോകുന്നു. അങ്ങനെ അവർ രണ്ടാളും ആഗ്രഹിച്ചതുപോലെ രണ്ടാളുടെയും കുടുംബക്കാരുടെ അനുവാദത്തോടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും മനസ്സു തുറന്നൊന്ന് സന്തോഷിക്കാൻ അവർക്ക് രണ്ടാൾക്കും കഴിഞ്ഞിരുന്നില്ല എന്ന സത്യം നിലനിൽക്കെ ഇരുവരും ഒന്നായിത്തീർന്നതിൻ്റെ സന്തോഷം അത് ചെറുതല്ലായിരുന്നു താനും. ഈ സമയം മറുവശത്തെ ഇപ്പോഴും വീഡിയോ പിടുത്തവും ഫോട്ടോയെടുപ്പും തകൃതിയായി തന്നെ നടക്കുകയാണ്. ഇതിനിടെ വരന്മാർക്ക് നൽകിയ മന്ത്രകോടി മാറിയെടുക്കുന്നതിനായി വന്ദനയും വാണിയും ഓഡിറ്റോറിയത്തിനകത്തെ ആ ചെറിയ 2 ഗ്രീൻ റൂമിലേക്ക് പോകുന്നു. മന്ത്രകോടി ഉടുക്കാൻ പോകുന്ന വാണിക്ക് തുണയായി ഭഗീരഥിയും അടുത്ത ചില ബന്ധുക്കളുമാണ് പോയതെങ്കിൽ വന്ദനയ്ക്കൊപ്പം രമേശന്റെ പെങ്ങളും ബന്ധുക്കളുമായിരുന്നു പോയത്. എന്നാൽ ഈയൊരു കാര്യത്തിൽ പോലും ദേവൂട്ടിക്കൊപ്പം നിൽക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, ഇങ്ങനെയൊരു കാര്യം ഉള്ളതായി പോലും അവർ ആരും ജയകൃഷ്ണനോടും ദേവൂട്ടിയോടും പറഞ്ഞിരുന്നതുമില്ല. ഒടുവിൽ വന്ദനയും വാണിയും തങ്ങളുടെ വരന്മാർ അവർക്ക് നൽകിയ മന്ത്രകോടിയുടുത്ത് സുന്ദരികളായി പുറത്തേക്കിറങ്ങി വന്നു. ഒപ്പം അവർക്ക് കൂട്ടുപോയവരും. അത് കണ്ട ജയകൃഷ്ണനും ദേവൂട്ടിയും അവരെ തന്നെ നോക്കി നിന്നു പോകുന്നു. എന്നാൽ ജയകൃഷ്ണനെയും ദേവൂട്ടിയെയും മറികടന്നു പോകുന്ന അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനെ 2 പേർ അവർക്കൊപ്പം ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ തീർത്തും അവരെ അവഗണിച്ചുകൊണ്ടാണ് അവർ നടന്നുപോയത്. എന്നാൽ ഇതെല്ലാം കണ്ട് അവർക്ക് മുന്നിൽ തോറ്റുമടങ്ങാൻ ജയകൃഷ്ണൻ പക്ഷേ തയ്യാറായിരുന്നില്ല. അവൻ തൻ്റെ ഫോണെടുത്തു കോൾ ചെയ്തു. അടുത്ത നിമിഷം സുന്ദരികളായ 2 പെൺകുട്ടികൾ ഒരു ഓട്ടോറിക്ഷയിൽ അവർക്കടുത്തേക്ക് വന്നെത്തി. തുടർന്ന് അവർ ജയകൃഷ്ണനുമായി പരിചയപ്പെട്ടു. ശേഷം അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. ഒടുവിൽ അവർ തമ്മിലുള്ള ആ സംസാരം കഴിഞ്ഞതും ആ പെൺകുട്ടികൾ ദേവൂട്ടിയുടെ അടുത്തെത്തി. ദേവൂട്ടിയെയും കൂട്ടി ഓഡിറ്റോറിയത്തിനകത്തെ അല്പം മുമ്പ് വാണിയും കൂട്ടരും ഡ്രസ് മാറാൻ പോയ റൂമിലേക്ക് നടന്നു. ഇവിടെ ജയകൃഷ്ണൻ ഫോൺ ചെയ്ത് അവിടേക്ക് വിളിച്ചു വരുത്തിയ ആ പെൺകുട്ടികൾ ബ്യൂട്ടീഷ്യൻ ലേഡികളായിരുന്നു. ദേവൂട്ടിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ജയകൃഷ്ണൻ വിളിച്ചു വരുത്തിയതായിരുന്നു അവരെ. താൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ തൻ്റെ ദേവൂട്ടിക്ക് സഹായത്തിന് ആരും വേണ്ട, താൻ മാത്രം മതി എന്ന് അതോടെ അവൻ ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ജയകൃഷ്ണൻ പുറത്തെ തൻ്റെ കൂട്ടുകാരുമായി സംസാരിച്ചു നിൽക്കുകയാണ്. ഈ സമയം ദേവൂട്ടിയെയും കൂട്ടി ആ ബ്യൂട്ടീഷ്യൻ ലേഡികൾ ഗ്രീൻ റൂമിലേക്ക് പോയി. ഈ സമയം ജയകൃഷ്ണൻ അല്പം കഴിഞ്ഞതും ഗ്രീൻ റൂമിൽ നിന്നും ആ ലേഡികൾ ദേവൂട്ടിയെയും കൂട്ടി ജയകൃഷ്ണൻ്റെ അടുത്തെത്തി. എന്നാൽ ഇവിടെ പുറംതിരിഞ്ഞു നിന്ന് തൻ്റെ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ജയകൃഷ്ണൻ പക്ഷേ ദേവൂട്ടി അവിടേക്ക് വന്നത് അറിഞ്ഞിരുന്നില്ല. ഈ സമയം ദേവൂട്ടിയെയും കൂട്ടി അവിടേക്ക് വന്ന ആ പെൺകുട്ടികൾ പിന്നിൽ നിന്നും ജയകൃഷ്ണനെ വിളിച്ചു. സാർ. ആ വിളി കേട്ട ജയകൃഷ്ണൻ തിരിഞ്ഞ് അവർക്കു നേരെയൊന്ന് നോക്കി. അറിയില്ല, അവൻ പെട്ടെന്ന് ഷോക്കേറ്റതുപോലെ നിന്നുപോകുന്നു. മാത്രമല്ല ആ നിൽപ്പിൽ പരിസരം പോലും മറന്നു നിന്ന അവൻ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ദേവൂട്ടിയെ തന്നെ അടിമുടി നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ജയകൃഷ്ണൻ്റെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റത്തിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. അല്പം മുമ്പ് താൻ അവിടേക്ക് വിളിച്ചു വരുത്തിയ ആ പെൺകുട്ടികൾ മേക്കപ്പിലൂടെ ദേവൂട്ടിയിൽ വരുത്തിയ ആ മാറ്റം, അതായിരുന്നു കാരണം. മേക്കപ്പ് എന്ന് വെച്ചാൽ കളർ പൗഡറും ക്രീമുകളും കൊണ്ടുള്ള മേക്കപ്പ് ആയിരുന്നില്ല, മറിച്ച് ദേവൂട്ടിയുടെ മുടിക്കെട്ടിൻ്റെ പാഷനൊന്ന് മാറ്റി പിന്നിലേക്ക് ഒതുക്കി കെട്ടിവെച്ച മുടി അഴിച്ചൊന്ന് മോഡേൺ രീതിയിൽ ഒന്ന് ഒതുക്കി കുത്തി പൂവെച്ചു. നെറ്റിയിലെ കുന്നിക്കുരു പൊട്ടിനു പകരമുള്ള പൊട്ടിൻ്റെ വലിപ്പം അല്പമൊന്ന് കൂട്ടി. ഇത്രയുമായിരുന്നു ദേവൂട്ടിയിൽ അവർ വരുത്തിയ ആ മാറ്റം. എന്നാൽ ആ ഒരു മാറ്റം അത് ഒരു ഒന്നൊന്നര മാറ്റമായി പോയിരുന്നു. ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ദേവൂട്ടിയെ കണ്ടാൽ സാക്ഷാൽ
ദേവിമാരു പോലും മാറി നിൽക്കുന്നത്ര ചന്തമായിരുന്നു അവളെ കാണാൻ. അവളുടെ ഈ സൗന്ദര്യത്തിനു മുന്നിൽ പണത്തിനോ സ്വർണത്തിനോ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാവാം അല്പം മുമ്പ് വരെ തനിക്കൊപ്പം നിന്ന ദേവൂട്ടിയെ ഈ വേഷത്തിൽ പെട്ടെന്ന് കണ്ടപ്പോൾ അവളെ ആദ്യം കാണും പോലെ ജയകൃഷ്ണൻ സ്വയം മറന്നു നോക്കി നിന്നുപോയത്. ദേവൂട്ടിക്ക് താൻ നൽകിയ ആ മന്ത്രക്കോടി ഉടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ആ പെൺകുട്ടികൾ മിടുക്കികളാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അപ്പോഴും ദേവൂട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ജയകൃഷ്ണൻ. താൻ നൽകിയ മന്ത്രകോടിയിൽ ദേവൂട്ടിയെ കാണാൻ അതിസുന്ദരിയായിരുന്നു. ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് താൻ ചാർത്തിയ താലിമാലയും പൂമാലയും നെറ്റിയിലെ സിന്ദൂരവും ഒക്കെ കൂടി അവൾ ആകെ മാറിയിരിക്കുന്നു. അങ്ങനെ ദേവൂട്ടിയെ നോക്കി പരിസരം പോലും മറന്നു നിൽക്കുന്ന ജയകൃഷ്ണൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഒരാളെപ്പോലെ ആ പെൺകുട്ടികളെ നേർക്കൊന്നു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്. എന്നാൽ ശരി, രണ്ടാൾക്കും വളരെ നന്ദി. പണം അത് നിങ്ങളുടെ ഓഫീസിൽ എത്തിയിരിക്കും എന്ന് പറയുന്നു. അത് കേട്ടതോടെ ആ പെൺകുട്ടികൾ രണ്ടും ജയകൃഷ്ണനോടും ഒപ്പം ദേവൂട്ടിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഈ സമയം ജയകൃഷ്ണന്റെ അടുത്ത് നിന്ന കൂട്ടുകാരിൽ ഒരാൾ ജയകൃഷ്ണന്റെ ദേവൂട്ടിക്ക് നേരെയുള്ള ആ അന്തം വിട്ട നോട്ടം കണ്ട് ജയകൃഷ്ണനോട് "എന്തു പറ്റി അളിയാ, പെണ്ണ് മാറിപ്പോയോ? നോക്കി അങ്ങനെ നിൽക്കുന്നു" എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. അങ്ങനെയൊരു തമാശ ജയകൃഷ്ണനോട് അവൻ പറയുമ്പോഴും അവന്റെ കണ്ണുകൾ ദേവൂട്ടിയിൽ മാത്രമായിരുന്നു. ഈ സമയം തന്റെ കൂട്ടുകാരന്റെ ആ തമാശ കേട്ട ജയകൃഷ്ണൻ "എനിക്കും അങ്ങനെയൊരു സംശയം ഇല്ലാതെയില്ല" എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദേവൂട്ടിയുടെ അടുത്തേക്ക് ചെന്നു. തുടർന്ന് ദേവൂട്ടിയെയും കൂട്ടി നേരെ ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് നടന്നു. അപ്പോഴും മറുവശത്ത് വീഡിയോ പിടുത്തവും ഫോട്ടോയെടുപ്പും തകൃതിയായി തന്നെ നടക്കുകയാണ്. തനിക്കും ദേവൂട്ടിക്കും ഒപ്പം നിന്ന് ഫോട്ടോയെടുക്കാനും വീഡിയോ പിടിക്കാനും തൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ വിവാഹ മംഗള കർമ്മങ്ങൾ നടക്കുന്ന വേളയിൽ എടുത്ത ഫോട്ടോയിലും വീഡിയോയിലും മാത്രമേ ജയകൃഷ്ണനും ദേവൂട്ടിയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മനഃപൂർവ്വമായി തന്നെ അവർ രണ്ടാളും ആ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടന്നു. എന്നാൽ പലപ്പോഴും മറ്റു രണ്ട് വധൂവരന്മാരുടെ ഫോട്ടോസും വീഡിയോയും എടുക്കുന്ന സമയങ്ങളിൽ അതെടുക്കുന്ന ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും മറ്റാരും കേൾക്കാതെ പറഞ്ഞു, "ഈ പോസ് ചെയ്യാൻ പറ്റിയ രണ്ട് നല്ല ജോഡികളാണ് ജയകൃഷ്ണനും ദേവൂട്ടിയുമെന്ന്." അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പലപ്പോഴും അവർ ജയകൃഷ്ണന്റെയും ദേവൂട്ടിയുടെയും ഒരു ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി ജയകൃഷ്ണന്റെ അടുത്തെത്തിയിരുന്നു. എന്നാൽ ഈ വേളകളിലെല്ലാം ജയകൃഷ്ണൻ പല കാരണങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഒരു പുതിയ വേഷത്തിൽ അതിസുന്ദരിയായി ദേവൂട്ടിയും ഒപ്പം ജയകൃഷ്ണനും ഭക്ഷണം കഴിക്കാനായി ഹാളിലേക്ക് വരുന്നത് അവർ കണ്ടത്. ഒരു നിമിഷം അവർ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി പോലും മറന്ന് ജയകൃഷ്ണനെയും ദേവൂട്ടിയെയും നോക്കി അങ്ങനെ നിന്നുപോകുന്നു. എന്ന് മാത്രമല്ല, അവർ രണ്ടാളും വീണ്ടും ജയകൃഷ്ണന്റെയും ദേവൂട്ടിയുടെയും അടുത്തെത്തി അവരോട് ഓരോ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. ഈ സമയം മറുവശത്തെ തങ്ങളുടെ അടുത്ത് നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലി പൂർത്തീകരിക്കാതെ പെട്ടെന്ന് ജയകൃഷ്ണന്റെയും ദേവൂട്ടിയുടെയും അടുത്തേക്ക് ചെന്ന് അവരോട് ഓരോ ഫോട്ടോയ്ക്ക് വേണ്ടി കെഞ്ചുന്ന വീഡിയോഗ്രാഫറെയും ഫോട്ടോഗ്രാഫറെയും നോക്കി നിശബ്ദരായി നിൽക്കുകയാണ് മറുസംഘം. എന്നാൽ ഇവിടെ തൻ്റെ വീട്ടുകാരുടെ ആ നോട്ടവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയ ജയകൃഷ്ണൻ എല്ലാ തരത്തിലും തങ്ങളെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മുമ്പിൽ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഇവിടെ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് കാട്ടിക്കൊടുക്കാൻ കിട്ടിയ ആ ഒരു അവസരം മുതലാക്കാൻ തീരുമാനിച്ചു. അതേ തുടർന്ന് തൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കളും നോക്കി നിൽക്കെ ദേവൂട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള കുറേ ഫോട്ടോയും വീഡിയോയും എടുത്തു അവൻ. ഒടുവിൽ ജയകൃഷ്ണൻ ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടിയെയും കൂട്ടി അവിടെ നിന്നും ഭക്ഷണം കൊടുക്കുന്ന ഹാളിൻ്റെ നേർക്ക് നടന്നു. അവർ രണ്ടാളും അവിടെ നിന്നും പോയിക്കഴിഞ്ഞതും ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും തിരിച്ച് മറുഭാഗത്തായി വന്നു വീണ്ടും തങ്ങളുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ജോലികൾ ചെയ്യുന്നതിനിടെ ഫോട്ടോഗ്രാഫറിൽ ഒരാൾ "ഹോ, എന്താ ആ കക്ഷിയുടെ ഒരു ജാട അല്ലേ" എന്ന് ജയകൃഷ്ണനെപ്പറ്റി കുറ്റം പറഞ്ഞു. ഈ സമയം അത് കേട്ടുനിന്ന വീഡിയോഗ്രാഫർ "എങ്ങനെ ജാട തോന്നാതിരിക്കും? ആ കക്ഷിക്കൊപ്പം നിൽക്കുന്നത് സ്വർണ്ണക്കനിയെന്ന് പഴമക്കാർ പറയും പോലെ ശരിക്കും ഒരു സൗന്ദര്യക്കനിയല്ലേ? അങ്ങനെ വരുമ്പോൾ ഒരല്പം ജാട കാട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ." തുടർന്ന് ഭഗീരഥിയോടും മറ്റുള്ളവരോടുമായി
എന്താ ആ കക്ഷിയുടെ ഒരു ജാട? രണ്ടാളുടെയും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ കക്ഷിയുടെ കാലു പിടിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, അങ്ങനെ കാലു പിടിച്ച് ഞങ്ങൾ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നതെന്ന്. നിങ്ങളെ അവർ ഏൽപ്പിച്ച ജോലിയല്ലേ ഇതെന്ന്. അത് ചെയ്താൽ പോരെയെന്ന്. എന്നാൽ അതാണ് സത്യം. നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങൾക്ക് അത് ചെയ്യണ്ട എങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാതെയും ഇരിക്കാം. എന്നാൽ ഇത് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടതായി വന്നതാണ്. കാരണം അവർ രണ്ടാളും തമ്മിൽ നല്ല സൂപ്പർ ജോഡികളാണ്. ശരിക്കും അടിപൊളിയാണ് അവരെ കാണാൻ. അവർ തമ്മിലുള്ള കുറച്ച് ഫോട്ടോകളും വീഡിയോകളും കിട്ടിയിരുന്നുവെങ്കിൽ ഷോപ്പിന് ഒരു പരസ്യം കൊടുക്കാമായിരുന്നു. അതിനാണ് ആ കക്ഷിയുമായി ഇവിടെ കാലു പിടിച്ചത്. പക്ഷേ ആ കക്ഷി അതിന് സമ്മതിച്ചില്ല. നോക്കട്ടെ, ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പായി അവർ തമ്മിലുള്ള 1-2 ഫോട്ടോകൾ കൂടി കളക്ട് ചെയ്യണം, അവർ ഇരുവരും പറഞ്ഞു നിർത്തി. ഈ സമയം ജയകൃഷ്ണനെയും ദേവൂട്ടിയെയും കുറിച്ച് അവർ ഇരുവരും പറഞ്ഞതെല്ലാം കേട്ടുനിന്ന ഭഗീരഥിയുടെയും മറ്റുള്ളവരുടെയും മനസ്സുകളിൽ ഈ നേരമത്രയും തങ്ങൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ പിടിക്കുകയും ചെയ്തുകൊണ്ടു നിന്നവരുടെ നാവിൽ നിന്നും ഇങ്ങനെയൊരു കാര്യം കേൾക്കേണ്ടി വന്നത് അവരെ സംബന്ധിച്ചു പറഞ്ഞാൽ മുഖത്ത് അടിയേറ്റതുപോലെയായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ആരും തമ്മിൽ പരസ്പരം പറഞ്ഞിരുന്നില്ല. അതോടെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന മുഖങ്ങളെല്ലാം വല്ലാതെ വാടിപ്പോകുന്നു. എന്നാൽ അവരുടെ മുഖത്തെ പെട്ടെന്ന് വന്ന ആ മാറ്റം അത് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ശ്രദ്ധിച്ചിരുന്നു. തങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങൾ ഭഗീരഥിക്കും മറ്റുള്ളവർക്കും വല്ലാതെ ഫീല് ചെയ്തു എന്ന് മനസ്സിലാക്കിയ അവർ തുടർന്നു. നിങ്ങളെ ചെറുതാക്കിക്കൊണ്ട് പറഞ്ഞതല്ല ഞങ്ങളത്. ഈ ജോലിയുമായി പല ഭാഗങ്ങളിലും കറങ്ങാറുള്ള ഞങ്ങൾക്ക് ഇടയ്ക്ക് വല്ലപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ജോഡികളെ കിട്ടാറുള്ളൂ. അതുദ്ദേശിച്ചാണ് ഞങ്ങളത് പറഞ്ഞത്. അതുമാത്രമല്ല, ഇന്നിവിടെ ഈ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയവരിൽ ഭൂരിഭാഗവും പറയുന്നത് ആ കക്ഷിയെയും അദ്ദേഹത്തിൻ്റെ വധുവായ പെൺകുട്ടിയെയും കുറിച്ചാണ്. അവർ രണ്ടാളുമാണ് സൂപ്പർ ജോഡികൾ എന്നാണ് എല്ലാവരുടെയും കമൻറ്റ്. അതിനി എന്താണേലും അവരുടെ ആ ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. നമുക്ക് മുൻപെടുത്ത് നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും വീണ്ടും അവരുടെ ജോലിയിലേക്ക് കടന്നു. എന്നാൽ വീഡിയോഗ്രാഫറുടെയും ഫോട്ടോഗ്രാഫറുടെയും നാവിൽ നിന്നും ഇവിടെ ഇന്ന് വിവാഹത്തിനെത്തിയിരിക്കുന്ന സകലരുടെയും അഭിപ്രായങ്ങൾ അനുകൂലമായിരിക്കുന്നത് ജയകൃഷ്ണനും ദേവൂട്ടിക്കുമാണെന്ന സത്യം മനസ്സിലായതോടെ അവർ എല്ലാവരും നിശബ്ദരായി തീർന്നു. എന്നാൽ അവരുടെ ആ നിശബ്ദതയ്ക്കും അവരുടെ ചങ്കിനുള്ളിലെ ആ പെടപ്പിനും ആക്കം കൂട്ടിക്കൊണ്ട് ഭഗീരഥിയുടെ ഏറ്റവും അടുത്ത ബന്ധുവും അല്പം വായാടി സ്വഭാവമുള്ളതുമായ ഒരു പ്രായമായ സ്ത്രീ അവർക്കടുത്തെത്തി. അവർ എല്ലാവരും കേൾക്കെ ആരോടൊന്നില്ലാതെ തൻ്റെ അഭിപ്രായം പറഞ്ഞു. അതെ, ഈ കുട്ടികൾ പറഞ്ഞത് തന്നെയാണ് ശരി. ഞാനും കേട്ടു അങ്ങനെയൊരു അഭിപ്രായം. അവരുടെയെല്ലാം ആ അഭിപ്രായം ശരിക്കും സത്യം തന്നെയാണ്. കാരണം ജയൻ്റെ ആ പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ഭംഗി. പൊന്നും പണവും ഇല്ലെങ്കിൽ എന്താ, ഇതുപോലൊരു പെൺകുട്ടിയെ നിനക്ക് മരുമകളായി കിട്ടിയില്ലേ, അവർ ഭഗീരഥിയോട് പറയുന്നു. തുടർന്ന് അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി. അവർ തമ്മിൽ എന്താ ഒരു ചേർച്ച. ശ്രീരാമചന്ദ്രനും സീതാദേവിയെയും പോലെ എന്താ ഒരു ഭംഗി അവരെ കാണാൻ. എൻ്റെ ഭഗീരഥി, അവനിതിനെ എവിടുന്ന് തപ്പിയെടുത്തു? നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇതുപോലൊരു പെൺകുട്ടിയില്ല. ഉണ്ട്, ഇപ്പോൾ കുറേയുണ്ട്. ഇപ്പോഴത്തെ കുറേ വേഷവും വലിച്ചിട്ട് പെയിൻറ്റും തേച്ച് നടക്കുന്ന കുറേ എണ്ണം. എന്നാൽ അതാണോ തനി ഒറിജിനൽ അല്ലേ? ആ കവിളിൻ്റെയും ചുണ്ടിൻ്റെയും ചുവപ്പ് കണ്ടാൽ എന്താ ഒരു ഭംഗി. കണ്ണുകളോ അതിലും മനോഹരം. ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം കൊള്ളുന്നു. എന്താണേലും ആ കൊച്ചിനെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണെന്നേ പറയാൻ കഴിയൂ. ആ കഴുത്തിലും കാതിലും പൊന്നിൻ്റേതെന്ന് പറയാൻ ഒരു തരി മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ ശരീരത്തെ. എന്നാൽ അതിൻ്റെ ശരീരത്തിൻ്റെ കളറ് കണ്ടോ നീ? സ്വർണം പോലും പോകുന്നത്ര നിറം. അങ്ങനെയുള്ള അവൾക്ക് എന്തിനാണ് പൊന്ന്? ഇങ്ങനെയുള്ളതിനെ കാണുമ്പോഴാണ് പൊന്നും കുടത്തിന് പൊട്ടെന്തിനെന്ന ആ ഒരു പഴഞ്ചൊല്ല് തീർത്തും സത്യമായി മാറുന്നത്. എനിക്ക് ആ പെങ്കൊച്ചിനെ ശരിക്കും ഇഷ്ടമായി. ദേ നോക്കിക്കേ,
അവൻ കൊടുത്ത ആ മന്ത്രകൂടി ഉടുത്തു നിൽക്കുന്ന അവളെ കാണാൻ എന്താ ഒരു ഭംഗി അല്ലേ. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും ജയകൃഷ്ണൻ ഒട്ടും മോശമല്ല. കണ്ടില്ലേ, അവൻ സെലക്ട് ചെയ്ത ആ സാരി പോലും എന്താ ഒരു ഭംഗി കാണാൻ. ആ കുട്ടിക്ക് അത് നന്നായി ഇണങ്ങുകയും ചെയ്യുന്നുണ്ട്. അവൻ ആരാ, മോൻ അല്ലേ. പിന്നെയും വാതോരാതെ അവർ ദേവൂട്ടിയെയും ജയകൃഷ്ണനെയും കുറിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇവിടെ ശരീരമാസകലം ആഭരണങ്ങളണിഞ്ഞ് ലക്ഷങ്ങളുടെ മേക്കപ്പുമിട്ട് വില കൂടിയ പട്ടുസാരിയും ചുറ്റി ഉപ്പുറ്റി പൊങ്ങിയ ചെരുപ്പുമിട്ട് നിൽക്കുന്ന വാണിയിപ്പോൾ അവരുടെ മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നതുപോലെയായി. ആ ഒരു നിമിഷം അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. അവൾ തൊട്ടടുത്തു നിന്ന ഭഗീരഥിയുടെ നേർക്കൊന്നു നോക്കി. അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം ഭഗീരഥിക്കു പക്ഷേ മനസ്സിലായി. എങ്കിലും പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയാതെ അവർ നിന്നുപോകുന്നു. ഈ സമയം നമ്പ്യാർ അവിടെയെത്തി. അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ വാണി അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനായി നടന്നു. ഭക്ഷണം കഴിക്കാനായി ഹാളിലേക്ക് കയറിയപ്പോൾ കണ്ടത് ദേവൂട്ടിയും ജയകൃഷ്ണനും ഹാളിൻ്റെ ഒരു വശത്തായിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അത് കണ്ടതും അവിടേക്ക് കയറിയ സകലരുടെയും മുഖം കാറ്റു നിറച്ച ബലൂൺ പോലെ വീർത്തുപൊങ്ങി. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നുവെങ്കിലും തങ്ങൾക്ക് എതിർദിശയിലിരിക്കുന്ന ജയകൃഷ്ണനെയും ദേവൂട്ടിയെയും കണ്ടതോടെ അവരിൽ പലരുടെയും വിശപ്പ് അത് ഇല്ലാതെയായി. എന്നിരുന്നാൽ പോലും വിളമ്പിവച്ച ഭക്ഷണത്തിനു മുന്നിൽ ഇരിക്കാതെ പറ്റില്ല എന്നുള്ളതിനാൽ അവർ അവിടെ ഇരുന്നു പോകുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ജയകൃഷ്ണൻ അവർ അറിയാതെ തൻ്റെ മുന്നിൽ എതിർദിശയിലിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖം ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ച കൂട്ടത്തിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നതും അവൻ കൂടുതൽ ശ്രദ്ധിച്ചതും ജയനന്ദൻ്റെ ഭാര്യ വാണിയെയായിരുന്നു. ദേവൂട്ടിയുടെ നേർക്കുള്ള വാണിയുടെ നോട്ടത്തിൽ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ദേവൂട്ടിയോടുള്ള അവളുടെ പക അത് ജയകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. ദേവൂട്ടിയോടുള്ള വാണിയുടെ ആ ദേഷ്യവും പകയും ഇന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായതായിരുന്നില്ല. വാണിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ദേവൂട്ടിക്ക് നേരെ ഉണ്ടാകുമെന്ന് ജയകൃഷ്ണൻ മുൻപേ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അതിനു പിന്നിൽ ജയകൃഷ്ണനും വാണിക്കും മാത്രമറിയാവുന്ന ഒരു കാരണവും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ജയനന്ദനും വാണിയുമായിട്ടുള്ള വിവാഹബന്ധം ഇരു കുടുംബവും പറഞ്ഞു വച്ചതായിരുന്നു. എന്നാൽ ചെറുപ്പം മുതൽക്കേ വാണി ഇഷ്ടപ്പെട്ടതും പ്രണയിച്ചതും ജയകൃഷ്ണനെയായിരുന്നു. വീട്ടുകാർ നന്ദനു വേണ്ടി വാണിയെ ആലോചിച്ചതോടെ വാണി തൻ്റെ ഇഷ്ടം ജയകൃഷ്ണനോട് പറയുന്നു. എന്നാൽ ഇവിടെ ജയകൃഷ്ണന് വാണിയെ കണ്ടതും നന്ദൻ്റെ ഭാര്യയായിട്ടും ആയിരുന്നു, അതായത് അവൻ്റെ ചേട്ടത്തിയമ്മയായിട്ട്. അക്കാര്യം അവൻ വാണിയോട് പറഞ്ഞു. ഒപ്പം അവൾക്ക് അവനോടുള്ള പ്രണയം നിരസിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഇക്കാര്യം മറ്റൊന്നുകൂടി അവൻ വാണിയോട് പറഞ്ഞു. അങ്ങനെയൊരു കണ്ണുകൊണ്ട് അവളെ കാണാനോ അവളെപ്പറ്റി ചിന്തിക്കാനോ അവന് കഴിയില്ല എന്ന്. അതോടെ വാണി തകർന്നു പോകുന്നു. തുടർന്ന് വീട്ടുകാർ ആരും ഇതറിയരുതെന്നും അവൻ വാണിയോട് പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയാണ് വാണി ജയനന്ദനുമായുള്ള ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. അങ്ങനെ ഈ വിവാഹത്തിന് സമ്മതം മൂളുന്ന വാണിയുടെ മനസ്സിൽ അവൾ മറ്റൊരു കാര്യം കൂടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, തനിക്ക് കിട്ടാത്ത ജയകൃഷ്ണനെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനം. എന്നാൽ വാണിയുടെ ആ തീരുമാനത്തിനും ആഗ്രഹത്തിനും മീതെയാണ് ജയകൃഷ്ണൻ ദേവൂട്ടിയെ പ്രണയിച്ചതും ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നതും. അത് വാണിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. മാത്രമല്ല, തനിക്ക് മുന്നിൽ വച്ച് ജയകൃഷ്ണൻ ദേവൂട്ടിയോട് കാട്ടുന്ന സ്നേഹവും കരുതലും കാണുമ്പോൾ വാണിയുടെ രക്തം തിളച്ചു. അവളുടെ കണ്ണുകൾ രക്തദാഹിയായ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ആയിത്തീരുമെന്ന് ജയകൃഷ്ണൻ മാത്രം തിരിച്ചറിഞ്ഞിരുന്നു. തന്നോടുള്ള വൈരാഗ്യത്തിന് അവൾ ദേവൂട്ടിയെ അപായപ്പെടുത്താൻ പോലും മടിക്കില്ല എന്ന് ജയകൃഷ്ണൻ മനസ്സിലാക്കിയിരുന്നു. ഇതിനിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ദേവൂട്ടി പെട്ടെന്ന് കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു. അത് കണ്ട ജയകൃഷ്ണൻ, ഇതെന്താണ് ഭക്ഷണം മതിയാക്കി പെട്ടെന്ന് എഴുന്നേറ്റത് എന്ന് ദേവൂട്ടിയോട് ചോദിക്കുന്നു. തനിക്ക് വയറ് നിറഞ്ഞുവെന്ന് അവൾ തൻ്റെ ആംഗ്യഭാഷയിൽ അവനോട് പറഞ്ഞു. എന്നാൽ ആ ഇലയിലിട്ട ചോറിൻ്റെ ഒരു ഭാഗത്തു നിന്നും 1-2 പിടി ചോറ് മാത്രമാണ് അവൾ വാരി കഴിച്ചത്. എന്നിട്ട് വയറ് നിറഞ്ഞുവെന്ന്. എന്നാൽ അവൾ അത് വെറുതെ പറഞ്ഞതാണെന്നും അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും അവന് മനസ്സിലായി. അതോടെ അവൻ അവളോട് പതിയെ പറഞ്ഞു, ആരെ കണ്ടിട്ടാണ് തനിക്ക് വയറ് നിറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി.
തൽക്കാലം ആ നിറഞ്ഞ വയറെ അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ ഇലയിൽ വിളമ്പിയ ഭക്ഷണം മുഴുവൻ എനിക്കൊപ്പം ഇവിടിരുന്ന് കഴിക്കുക. അല്ലാണ്ട് ഞാൻ എണീക്കില്ല. അതോടെ എന്ത് ചെയ്യണമെന്നറിയാതായ ദേവൂട്ടി ജയകൃഷ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയം മുഖത്തെ ഒരു കള്ളപ്പുഞ്ചിരിയോടിരിക്കുന്ന ജയകൃഷ്ണനെ കണ്ട് ദേവൂട്ടിയുടെ മുഖം പരിഭവത്താൽ ചുവന്നു തൊടുത്തു. അത് കണ്ട ജയകൃഷ്ണൻ അവൾക്കു മാത്രം കേൾക്കാൻ പാകത്തിൽ പതിയെ തുടർന്നു. അതെ, ഇപ്പോൾ തന്നെ എൻ്റെ നിയന്ത്രണം മുഴുവനും വിട്ടു നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തൻ്റെ ഈ നോട്ടം കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സർവ്വ നിയന്ത്രണവും നഷ്ടമാകും. പിന്നെ ഞാൻ ചുറ്റുമുള്ളതെല്ലാം അങ്ങ് മറക്കും. നമ്മൾ രണ്ടാളും മാത്രമേ ഇവിടെയുള്ളൂ എന്ന് കരുതും. അന്നൊരിക്കൽ ഞാൻ ഈ ചുണ്ടിൽ തരാൻ കരുതി വെച്ച ആ സമ്മാനമുണ്ടല്ലോ, അത് ഞാനങ്ങ് തരും. ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു. അതുകൂടി കേട്ടതും ദേവൂട്ടി അവനോട് എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ഉമിനീർ നെറുകയിൽ കയറി അവൾ വല്ലാതെ വിഷമപ്പെട്ട് ചുമച്ചുപോയി. അതുകണ്ട ജയകൃഷ്ണൻ തെല്ലുപേടിയോടെ അവളെ വിളിച്ചു. ദേവു, എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ചെറുതായൊന്ന് തട്ടി. തുടർന്ന് അടുത്തിരുന്ന ഗ്ലാസ്സിലെ വെള്ളം അതെടുത്ത് അവൾക്ക് നൽകി. അവളത് പതിയെ കുടിച്ചിറക്കി. അതോടെ അവളുടെ ചുമ പതിയെ കുറഞ്ഞു. ഒരാശ്വാസം കിട്ടി. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് എതിർദിശയിലിരിക്കുന്ന ഭഗീരഥിയുടെയും കൂട്ടരുടെയും മനസ്സുകളിൽ ജയകൃഷ്ണനോടും ദേവൂട്ടിയോടുമുള്ള അവരുടെ മനസ്സിലെ ദേഷ്യവും വെറുപ്പും ഇരട്ടിയായി. എന്നാൽ അത് പുറത്തു കാട്ടാതെ എല്ലാവരും നിശബ്ദരായിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ഇവിടെ ഭക്ഷണം കഴിച്ചത് നിർത്തിക്കൊണ്ട് ജയകൃഷ്ണൻ ദേവൂട്ടിയെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോൾ മാത്രമാണ് ശത്രുസംഘം ദേവൂട്ടിയുടെ ആ മുടി ശ്രദ്ധിച്ചത്. താഴെ കണങ്കാൽ മുട്ടുവരെ കറുത്തു ചുരുണ്ട പനങ്കുല പോലെ കിടക്കുന്ന ആ മുടി. അത് കാണുവാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അക്കാര്യം അവർ ഓരോരുത്തരും സ്വയം മനസ്സിൽ പറയാതെ പറഞ്ഞു പോകുന്നു. അങ്ങനെ വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇനിയുള്ളത് അവിടെ നിന്നുമുള്ള മടക്കയാത്രയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അത് മറ്റൊന്നുമായിരുന്നില്ല. വിവാഹത്തിൻ്റെ പ്രധാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വധൂവരന്മാർ മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റു കഴിഞ്ഞ നിമിഷം മുതൽ ജയകൃഷ്ണനും ദേവൂട്ടിയും നമ്പ്യാർക്കും കൂട്ടർക്കും മുന്നിൽ വിവാഹത്തിന് ക്ഷണിച്ചെത്തിയവരെ പോലെയുള്ള ആരോ ആയിത്തീർന്നിരുന്നു. കാരണം വിവാഹത്തിൻ്റെതായ ഫോട്ടോ എടുപ്പും വീഡിയോ പിടുത്തവും എല്ലാം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ജയകൃഷ്ണനും ദേവൂട്ടിക്കും ഒപ്പം വന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ ഭഗീരഥിയോ നമ്പ്യാരോ ജയനന്ദനോ വന്ദനയോ ആരും തന്നെ വന്നിരുന്നില്ല. മാത്രമല്ല അവരെ രണ്ടാളെയും ഒപ്പം നിർത്താൻ വിളിക്കുകയോ ചെയ്തിരുന്നില്ല എന്നതായിരുന്നു സത്യം. അതോടെ വിവാഹത്തിന് ക്ഷണിച്ചെത്തിയവരെ പോലെ അന്യരായി തീർന്നു അവർ രണ്ടാളും. ആ ഓഡിറ്റോറിയത്തിൽ അങ്ങനെയാണ് അവർ രണ്ടാളും അവിടെ നിന്നത്. ഒന്നുമില്ലാത്ത ഒരു സാധു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുകാർ തന്നോട് കാട്ടുന്ന ഈയൊരു അകൽച്ചയും ഒറ്റപ്പെടുത്തലും ശരിക്കും ജയകൃഷ്ണൻ്റെ ചങ്കിലാണ് തറച്ചത്. ഇത്രയെല്ലാം തന്നോട് കാട്ടിയിട്ടും ആരോടും ഒരു പരാതിയും പരിഭവവുമില്ലാതെ ദേവൂട്ടിയെയും കൂട്ടി നിശബ്ദമായി തൻ്റെ കൂട്ടുകാർക്കൊപ്പം തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർക്കിടയിൽ അവൻ നടന്നു. ഒപ്പം ദേവൂട്ടിയും.